കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജെയിംസ് ചാക്കോ കുടുംബം, അദ്ദേഹത്തോടൊപ്പം ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന മറ്റ് ദൈവദാസന്മാർ, ഇവിടെയുള്ള സഹോദരി സഹോദരന്മാർ, നിങ്ങളെല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. നിങ്ങളോടുകൂടെ ഇങ്ങനെ ഒരു ആരാധനയിൽ പങ്കുചേരാനായിട്ട് കർത്താവ് എനിക്ക് തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. പാസ്റ്റർ ജോണി വർഗീസ് അദ്ദേഹം മുഖാന്തരമാണ് എനിക്ക് ഇതിന് അവസരമുണ്ടായത്. സൗദി അറേബ്യയിൽ ജിദ്ദ കേന്ദ്രമാക്കി ബെഥേൽ ബൈബിൾ കോളേജിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പ്രോഗ്രാം ചില വർഷങ്ങളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ ബാച്ചിൽ അവിടെ ഓൺലൈനായിരുന്നു വന്ന് ദൈവദിനം പഠിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തദാസനാണിത്. അദ്ദേഹത്തോടും കുടുംബത്തോടും പ്രേമകനോടും ഇവിടെയുള്ള നിങ്ങളെല്ലാവരോടും ചേർന്ന് ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് അതിയായി സ്തോത്രം ചെയ്യുന്നു. ബെഥേൽ ബൈബിൾ കോളേജിലെ വന്ദനങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. 90 സെപ്റ്റംബർ മാസം മുതൽ 1990 സെപ്റ്റംബർ മുതൽ ഞാനവിടെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ 92 മുതൽ ആ ക്യാമ്പസിൽ താമസിച്ച് പ്രവർത്തിക്കാൻ ദൈവം അവസരം നൽകി. 2023 ഏപ്രിൽ മാസം വരെ ഞങ്ങളവിടെ താമസിച്ചു. ഇപ്പോഴും അവിടെ പഠിപ്പിക്കുന്നു. എന്നാൽ ബെഥേൽ ബൈബിൾ കോളേജിൻ്റെ ക്യാമ്പസിലല്ല താമസിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വർഷങ്ങൾ കർത്താവിൻ്റെ അവിടെയുള്ള ശുശ്രൂഷയിൽ ആയിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വിശാലമായിട്ടുള്ള സഭയിലുള്ള ദൈവജനത്തെ ഒരുപാട് പരിചയപ്പെടാനും മറ്റും ഇടയായിട്ടില്ല. ബൈബിൾ കോളേജുമായിട്ടുള്ള പരിമിതമായിട്ടുള്ള ബന്ധങ്ങളാണ് കൂടുതലും ഞങ്ങൾക്കുള്ളത്. എങ്കിലും ആ സ്ഥാപനത്തിൽ വചനം പഠിച്ച അനവധി പ്രിയപ്പെട്ടവർ UK അയർലൻഡിലായിട്ട് പൂർണ്ണസമയ സുവിശേഷ പ്രവർത്തനവും അപ്പോൾ തന്നെ ജോലിയോടുകൂടെ മറ്റ് ദൈവദാസന്മാരുടെ സഹായികളായി പ്രവർത്തിക്കുന്നവരുണ്ട്. അവരെയൊക്കെ കാണാൻ കർത്താവ് സഹായിച്ചു. നിങ്ങൾ ആ സ്ഥാപനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഒരു പ്രത്യേകത, ഈ അടുത്ത വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കോളേജ് അതിൻ്റെ 100ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് 99ാമത്തെ അധ്യയന വർഷമാണ്. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടുത്ത വർഷം അക്കാഡമിക് ഇയർ പൂർത്തിയാകുമ്പോൾ അത് 100ാമത്തെ അല്ലെങ്കിൽ സെൻറ്റിനറി ഇയറിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സ്ഥാപനം മുഖാന്തരം ദൈവം നമ്മുടെ രാജ്യത്ത് ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങളെയും നന്ദിയോടെ ഓർക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് രാവിലെ എൻ്റെ സമയം കൂടുതൽ മറ്റു കാര്യങ്ങൾ പറയാൻ ഞാൻ ഉപയോഗിക്കുന്നില്ല. ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് വചന ശുശ്രൂഷയ്ക്കായിട്ട് ഇന്ന് രാവിലെ നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. 11 വരെയുള്ള വാക്യങ്ങൾ. 11 വരെ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്ന ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും ആത്മാവിലേക്കും ബുദ്ധിമണ്ഡലത്തിലേക്കും കടന്നു വന്ന് നമ്മെ ശക്തീകരിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ വീണ്ടും ജനിപ്പിച്ചതിന് ദൈവം ഉപയോഗിച്ചത്.
ആ വചനമാണ് നമ്മെ ശക്തീകരിക്കുന്നത്, ആ വചനമാണ് നമ്മെ വഴി നടത്തുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിന് ഒരു വലിയ പ്രാധാന്യത നമ്മുടെ ആരാധനകളിലുണ്ട്. ആദിമസഭയിൽ ആരാധനയിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് വചനത്തിൻ്റെ ശുശ്രൂഷയും, മറ്റൊന്ന് അപ്പം മുറിക്കൽ ശുശ്രൂഷയും. ഈ 2 കാര്യങ്ങൾക്കാണ് ആദിമസഭ പ്രാധാന്യം കൊടുത്തിരുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നു, കൂടി വരുന്ന എല്ലാ വിശുദ്ധ സഭായോഗങ്ങളിലും ഈ കർത്തൃമേശയുടെ ശുശ്രൂഷയുണ്ട്. എന്നാൽ നാട്ടിലൊക്കെ സാധാരണയായി മാസത്തിലൊരിക്കലാണ് ആ ശുശ്രൂഷകൾ ഉള്ളത്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് അതാണ് സഭയുടെ മാതൃക. എല്ലാ വിശുദ്ധ സഭായോഗത്തിലും നമുക്ക് ഈ ശുശ്രൂഷ ലഭിച്ചത് ഒരു ധന്യതയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഈ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കുന്നത് അവർ ഗ്രേറ്റ് സാൽവേഷൻ എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ മഹത്വകരമായ രക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നാം എന്തുകൊണ്ട് കർത്താവിനെ ആരാധിക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു റീസണബിളായിട്ടുള്ള മറുപടിയും കൂടെ ഈ വേദഭാഗം നമ്മോട് പറയുന്നു. ഇന്ന് രാവിലെ ഇവിടെ ആരാധനയിൽ സംബന്ധിച്ചപ്പോൾ വളരെ സന്തോഷം. നാം പാടിയ പാട്ടുകളും നമുക്ക് ലഭിച്ച പ്രബോധന വാക്കുകളും ദൈവദാസന് നമുക്ക് കിട്ടിയ വാക്കുകളൊക്കെ ആരാധനയുടെ ഒരു ശരിയായ ഭാവത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നതായിരുന്നു. നമ്മൾ കേവലം ആരാധന എന്ന് പറയുന്നത് ഭൗതിക അനുഗ്രഹങ്ങൾ പിടിച്ചു വാങ്ങിക്കാൻ വേണ്ടി ദൈവത്തെ പിടിച്ചു കിട്ടുന്ന ഒരു പരിപാടിയല്ല. പകരം ദൈവത്തിന് നമ്മൾ കൊടുക്കുകയാണ്, ദൈവത്തിന് നൽകുകയാണ്. അവിടെ നിന്ന് നമുക്ക് പിന്നീട് എന്ത് നൽകുന്നുവോ അത് സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുന്നതും കൂടെയാണ് ആരാധന. അങ്ങനെ ആരാധനയുടെ ഒരു കാരണമാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. മാത്രമല്ല, ഇതിന് സമാനമായിട്ടുള്ള മറ്റ് പല വേദഭാഗങ്ങളുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ അതും ആരാധനയിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുകയാണ്. ചുരുക്കത്തിൽ ആരാധന എന്ന് പറയുന്നത് ദൈവം ക്രിസ്തുവിൽ നമുക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികളുടെ ഒരു ന്യായമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള റെസ്പോൺസാണ്. വാട്ട് ഗോഡ് ഹാസ് ഡൺ ഇൻ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. അതിന് നമ്മൾ ദൈവത്തിന് അങ്ങോട്ട് കൊടുക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് വർഷിപ്പ് എന്ന് പറയുന്നത്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷകനായി ലോകത്തിലേക്ക് അയച്ചു. നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു. അവൻ നമ്മുടെ രക്ഷകനും കർത്താവുമായി വീണ്ടും വരും, ലോകത്തിൻ്റെ ന്യായാധിപതിയായി മാറും. ഇതെല്ലാം തിരുവെഴുത്ത് പറയുന്നു. എന്നാൽ ഇന്ന് നമുക്ക് അവൻ്റെ സന്നിധിയിൽ വന്ന് മുഴങ്കാലുകൾ മടക്കി അല്ലെങ്കിൽ തിരുമുമ്പാകെ കർത്താവേ നീ മാത്രം യോഗ്യനാണ് എന്ന് പറഞ്ഞ് ആരാധിക്കുവാൻ തന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വിശുദ്ധനായ പൗലോസ്ലീഹ ആദ്യം എഴുതിയ ലേഖനമല്ല റോമാലേഖനം. പക്ഷേ നമുക്ക് ലേഖനങ്ങളുടെ ആദ്യ ഭാഗത്താണ് ഇത് ലഭിച്ചിരിക്കുന്നത്. പ്രവൃത്തി പുസ്തകം കഴിഞ്ഞാൽ ഉടനെ റോമാലേഖനമാണ് നമ്മുടെ ഈ കാനൂനിക ഗ്രന്ഥത്തിലുള്ളത്. എന്നാൽ ഇത് പൗലോസിൻ്റെ മിഷണറി പ്രവർത്തനങ്ങളുടെ ഒരു നല്ല പക്വത വന്ന കാലഘട്ടത്തിൽ എഴുതിയ ഒരു കത്താണ് റോമാലേഖനം. എന്തുകൊണ്ട് അദ്ദേഹം ഇത് എഴുതി? 1-ാം ലേഖനത്തിലും 15-ാം അധ്യായത്തിലും അതിൻ്റെ കാരണങ്ങളുണ്ട്. പൗലോസ്ലീഹ 2 മിഷണറി യാത്രകളിൽ കൂടെ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ച് കർത്താവിൻ്റെ വേല ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മറ്റൊരാഗ്രഹം അന്ന് ലോകത്തിൻ്റെ അറ്റമെന്ന ആളുകൾ പറയുന്ന സ്പെയിൻ വരെ പോകണം എന്നായിരുന്നു. അങ്ങനെ സ്പെയിനിലേക്കുള്ള യാത്രയിൽ റോമാ നഗരം സന്ദർശിക്കണം, അവിടെയുള്ള സഭയിലെ വിശ്വാസികളുമായി കൂട്ടായ്മ പുലർത്തി അവരുടെ സഹായ സഹകരണത്തോടെ പ്രാർത്ഥനയോടെ സ്പെയിനിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാണ് ഈ കത്ത് എഴുതി അദ്ദേഹം റോമിലെ വിശ്വാസികൾക്ക് അയക്കുന്നത്. സഹോദരങ്ങളെ,
ക്രിസ്തീയ വിശ്വാസികളായ ഞാനും നിങ്ങളെല്ലാവരും തീർത്തും നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പുസ്തകമാണ് റോമാലേഖനം. എന്താണ് നമ്മുടെ ദൗത്യത്തിനുള്ള കാരണം, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നു, എല്ലായിടത്തും അറിയിക്കുന്നു, നമ്മുടെ രക്ഷയുടെ മഹത്വകരമായ വസ്തുത എന്താണ്, ഇതെല്ലാം നമുക്ക് തുറന്നു തരുന്നത് ഈ തിരുവെഴുത്താണ്. മനുഷ്യൻ്റെ വീഴ്ച, പാപം, അതിൻ്റെ പരിണിത ഫലങ്ങൾ, അത്തരമൊരു ട്രാജഡിയിൽ ദൈവം മനുഷ്യനെ കൈവിടുകയായിരുന്നുവോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അതാണ് പൗലോസ്ലീഹ 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ ദൈവത്തിൻ്റെ നീതി അത് വിശ്വാസം മൂലം വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആ മഹത്വകരമായ അനുഭവത്തെ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത് യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ, അവരോടുള്ള ആശ്രയം വർദ്ധിക്കാൻ, ആ രക്ഷണ്യ കൃപ അനുഭവിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായി തീരാൻ, ആ രക്ഷണ്യ കൃപ ഈ ലോകത്തോട് വെളിപ്പെടുത്തുവാൻ മാത്രവുമല്ല, ആ രക്ഷണ്യ കൃപ നമ്മൾ അനുഭവിച്ചിട്ട് ഈ ലോകത്ത് രൂപാന്തരപ്പെട്ട ജീവിതങ്ങളായി ദൈവത്തിന് പ്രയോജനപ്പെടാൻ കൂടെയാണ് ഈ കത്ത് അദ്ദേഹം എഴുതുന്നത്. റോമിലെ സഭ എന്ന് വിളിക്കാതെ അദ്ദേഹം റോമിലെ വിശുദ്ധന്മാർ എന്നാണ് പ്രത്യേകിച്ച് അവിടെ ഓർപ്പിക്കുന്നത്. റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. കാരണം ഒരു പ്രത്യേക കോൺഗ്രിഗേഷൻ മാത്രമായിരുന്നില്ല റോമിലെ സഭ. 2/3 ആളുകളും അടിമകളായിരുന്നു അവിടെ. ആ സഭ പലയിടങ്ങളിലായിട്ട് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. റോം എന്ന് പറയുന്ന അന്നത്തെ വലിയ കോസ്മോപൊളിറ്റൻ സിറ്റിയാണ്. എല്ലായിടത്തു നിന്നുള്ള, ലോകത്തിലെ എല്ലായിടത്തു നിന്നുള്ള ആളുകൾ അവിടെയുണ്ട്. ബിസിനസ്സിന് വേണ്ടിയുണ്ട്, വ്യാപാരങ്ങൾക്ക് വേണ്ടിയുണ്ട്, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയുണ്ട്. അടിമകളായിരുന്നു ഭൂരിപക്ഷം. എങ്കിലും അവരിലെല്ലാം ഉന്നതമായിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സഭയിലും അതുപോലെയാണ്, അടിമകളായിരുന്നു കൂടുതൽ. അതുകൊണ്ട് അടിമകളായ ആ ദൈവജനത്തെ സംബോധന ചെയ്ത് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ റോമയിൽ ദൈവത്തിന് വിശുദ്ധന്മാരും പ്രിയരുമാണ്, ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഞാനും നിങ്ങളും ഇവിടെ വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ ലോകം ഒരുപക്ഷെ നമ്മളെ വലുതായി അംഗീകരിക്കണമെന്നോ കാണണമെന്നോ ഇല്ല. എന്നാൽ സ്വർഗം നമ്മളെ നോക്കുന്നത് ദൈവത്തിന് പ്രിയരായും വിശുദ്ധരായും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായിട്ടുമാണ് എന്ന് നമ്മൾ ഓർക്കണം. റോം കോസ്മോപൊളിറ്റൻ സിറ്റി ആയിരുന്നു എന്ന് മാത്രമല്ല, എല്ലാ അഴിഞ്ഞാട്ടങ്ങളും അധാർമികതകളും നിറഞ്ഞ ഒരു പട്ടണം കൂടെയായിരുന്നു. എന്നാൽ ആ പട്ടണത്തിൽ ദൈവത്തിന് കുറെ വിശുദ്ധന്മാരുണ്ട് എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഈ ലോകത്തിലെ അത്യാധുനികമായിട്ടുള്ള എല്ലാം ലഭിക്കുന്ന ഈ രാജ്യത്ത് നിങ്ങൾ പാർക്കുമ്പോൾ, നാം പാർക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, ജീവിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തോട് ചേർന്ന് പോകുന്നവരല്ല. സ്വർഗം നമ്മെ കാണുന്നത് കർത്താവിന് വേണ്ടി മാറ്റിവെച്ച വിശുദ്ധന്മാരായിട്ടാണ് നമ്മളെ കാണുന്നത്. ഈ വേദഭാഗത്ത് നിന്ന് നാം കർത്താവ് നമ്മളെ അവൻ്റെ കൃപയാൽ നീതീകരിച്ചത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു 6 അനുഗ്രഹങ്ങളെക്കുറിച്ച് ഈ വേദഭാഗം നമ്മോട് പറയുന്നു. നമുക്ക് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് അതെന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ റോമർ 3:24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. അതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയമായി കരുതാവുന്ന വാക്യം. എന്താണ് ദൈവം ക്രിസ്തുവിൽ നമുക്ക് ചെയ്തത്? അതുകൊണ്ടാണ് നമ്മൾ ഈ കൃപയിലേക്ക് വന്നത്. ഇന്ന് ആരാധിക്കുന്നു, ഈ തിരുമേശയിൽ പങ്കെടുക്കുന്നു. എന്താണ് ഇതിൻ്റെ എല്ലാം അടിത്തറ? സഹോദരങ്ങളെ, ഒരു പെരിഫറലായിട്ടുള്ള ആത്മീയത കൊണ്ടുള്ള ഒരു മാറ്റമല്ല എനിക്ക് നിങ്ങൾക്കും സംഭവിക്കേണ്ടത്. യേശു ക്രിസ്തു എന്ത് നമുക്ക് വേണ്ടി ചെയ്തുവെന്നും അതിനോടുള്ള നമ്മുടെ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് ശരിയായിട്ടുള്ള ആത്മീയത എന്ന് നമ്മൾ മനസ്സിലാക്കണം. 3-ാം അധ്യായം 24 ആരംഭിക്കുന്നത് അവൻ്റെ കൃപയാൽ എന്നൊരു വാക്കോടുകൂടെയാണ്. ആരുടെ കൃപയാൽ? ദൈവത്തിൻ്റെ കൃപയാൽ.
ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്നത് ദൈവദാസന്മെ ഓർപ്പിച്ചു. അതിൻ്റെ പേരാണ് ദൈവത്തിൻ്റെ കൃപ. ഇരിക്കാനോ നിൽക്കാനോ കരങ്ങൾ ചലിപ്പിക്കാനോ കരങ്ങൾ ഉയർത്താനോ ശബ്ദം ഉയർത്താനോ പാട്ടുപാടാനോ നോർമലായിട്ട് ഇവിടെ ആരാധനയിൽ പങ്കുചേരാനോ ഒക്കെ ഇടയാക്കുന്നതിൻ്റെ ഒരു പേരാണ് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ അത് അടിമ ചന്തകളിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വീണ്ടെടുപ്പ്, റിഡംഷൻ എന്ന് പറയുന്നത്. അടിമകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിരുന്നു. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അടിമ കച്ചവടങ്ങളും അടിമത്വവും ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇവിടെയാണ് ആദ്യം അടിമത്വമൊക്കെ നിരോധിച്ചത്. അതുകൊണ്ട് അതിൻ്റെ പിൻബലത്തിലാണ് നമ്മുടെ രാജ്യത്തും 19-ാം നൂറ്റാണ്ടിന് ഏതാണ്ട് മധ്യഭാഗത്തോടുകൂടെ അടിമത്തം നിരോധിച്ചത്. എന്നാലും അതിൻ്റെ പാർശ്വഫലങ്ങൾ പല നിലയിലും നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എങ്കിലും ആ അടിമച്ചന്തയിൽ വിൽക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരടിമയെ ഒരു പുതിയ ആൾ വന്ന് വില പറഞ്ഞ് വാങ്ങിച്ചിട്ട് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവനോട് പറയുകയാണ്, ഇന്നു മുതൽ നീ ഇവിടെ ഒരു അടിമയല്ല, എൻ്റെ മകനെയോ മകളെയോ പോലെ ഒരാളായിട്ട് നിനക്കിവിടെ ജീവിക്കാം എന്ന് പറയുന്ന, അങ്ങനെ ആരും പറയില്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണ് ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ നാം ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം നമ്മെ വീണ്ടെടുത്തു എന്നതുകൊണ്ടാണ്. 49-ാം സങ്കീർത്തനം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കാനോ ദൈവത്തിന് വീണ്ടെടുപ്പിന് കൊടുക്കാനോ ആർക്കും കഴിയില്ല. കാരണം അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയതെങ്കിലും അതേ അധ്യായം 15-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ തൻ്റെ കാര്യം പറയുന്നുണ്ട്. എങ്കിലും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമ്മൾ മനുഷ്യരെ മധ്യസ്ഥരാക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അവർക്കാർക്കും നമ്മളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുവിലയായി അല്ലെങ്കിൽ വീണ്ടെടുപ്പായി തീർന്ന ക്രിസ്തുവേശു ഇന്ന് രാവിലെ ഞാനും നിങ്ങളിവിടെ ഇരിക്കുന്നത് ഒരു വില മുടക്കിയത് കൊണ്ടാണ്. നമ്മൾ വില മുടക്കിയതല്ല. പത്രോസ്ലീഹയുടെ വാക്കുകൾ എടുത്തു പറഞ്ഞാൽ വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ലല്ലോ, നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് എന്നെയും നിങ്ങളെയും വിലയ്ക്ക് വാങ്ങിച്ചു. അതുകൊണ്ട് ഞാനും നിങ്ങളിപ്പോൾ കർത്താവിൻ്റെ വകയായി മാറി. അതിനായി സ്തോത്രം. കൊരിന്തിലുള്ള സഭയെ പൗലോസ് അഭിസംബോധന ചെയ്യുമ്പോൾ ആ 6-ാം അധ്യായത്തിൻ്റെ 1 കൊരിന്ത്യൻ 6:19, 20 വാക്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ അറിയുന്നില്ലയോ? എന്താ അറിയേണ്ടത്? നിങ്ങൾ ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങൾ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ല. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. അവിടെ അദ്ദേഹം പറയുന്നു, നിങ്ങൾ ദൈവത്തിന് മന്ദിരമാണ്. കൊരിന്തിലൊക്കെ വലിയ വലിയ ടെമ്പിളുകൾ ഉണ്ടായിരുന്നു, യഹൂദന്മാരുടെ സിനഗോഗുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ആഡംബരപൂർവമായിട്ടുള്ള വിജാതിയരുടെ ആരാധനാ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം വളരെ ഭംഗിയായി പണിതാണ്. കൊരിന്ത്യൻ ടൈൽസ് കൊണ്ടൊക്കെ പണിത ആ ക്ഷേത്രങ്ങളൊക്കെ സൂര്യപ്രകാശത്തിൽ വെട്ടിമിന്നാറുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികൾക്ക് ഒരു 300 വർഷങ്ങൾ ഔദ്യോഗികമായിട്ട് ഒരു പള്ളിക്കും അനുവാദം ഉണ്ടായിരുന്നില്ല. For 300 years there was no built place for Christians to gather together to worship the Lord. അതിനുശേഷമാണ് ആ പ്രിവിലേജ് അവർക്ക് വന്നു ചേർന്നത്. ആ കമ്മ്യൂണിറ്റിയോട് നോക്കിയിട്ട് പൗലോസ് പറയുന്നു, കൊരിന്ത്യരെ പോലെ വലിയ ക്ഷേത്രങ്ങളൊന്നും നിങ്ങൾക്കില്ലെങ്കിലും, യഹൂദന്മാരുടെ പള്ളി പോലെ പള്ളികളൊന്നും കൂടി വരവാനില്ലെങ്കിലും നിങ്ങളാണ് ശരിക്കും ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുന്നത്. Where God dwells is in you. സഹോദരങ്ങളെ, UK വളരെ
അതിമനോഹരമായ വിലപിടിപ്പുള്ള കോടിക്കണക്കിന് ആസ്തിയുള്ള പള്ളികൾ കണ്ടേക്കാം. എന്നാൽ ഇന്ന് രാവിലെ നമുക്ക് ആരാധിക്കാൻ ഒരു പള്ളിയില്ല. അതിൻ്റെ പേരിൽ ലജ്ജിക്കേണ്ടതില്ല. അത് ദൈവം തരുമ്പോൾ നൽകുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കൂ. പക്ഷെ അതില്ല എന്ന പേരിൽ നമ്മുടെ ആരാധനയല്ലാതെ മാറുന്നില്ല. ഇന്ന് രാവിലെ നമുക്കറിയാം കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. അത് മാത്രമല്ല, അവൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. നമ്മുടെ അപ്പനും അമ്മയും ഭാര്യയോ ഭർത്താവോ അമ്മായിപ്പനോ ഒന്നുമല്ല നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചത്. അത് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചു. അതിൻ്റെ പേരാണ് വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, നഷ്ടപ്പെടാവുന്നതാണ് ലോകത്തിൽ ഉള്ളത്. ഇയ്യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ദൈവമനുഷ്യൻ പറയുന്നത്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ, വീട്, മക്കൾ, ദാസന്മാർ, ദാസിമാർ, സമ്പത്തുകൾ എന്ന് പറയുന്നത് ആടുമാടുകളും അതുപോലെയുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം ആ മനുഷ്യന് നഷ്ടപ്പെട്ടു. പക്ഷെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ തൊക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവരെ കാണും, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവരെ കാണും. എന്താ കാരണം? എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ ഭൂമിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എനിക്കെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ആ ഭക്തൻ പറയുന്നു, എനിക്കൊരു കാര്യം നഷ്ടപ്പെട്ടിട്ടില്ല. അത് എന്നെ വീണ്ടെടുക്കുന്ന എൻ്റെ ദൈവമാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്നൊരു പക്ഷേ നഷ്ടങ്ങളുടെ പല കണക്കുകൾ നിങ്ങൾക്കും എനിക്കും പറയാറുണ്ടെങ്കിലും ഇന്ന് രാവിലെ ആരാധനയിൽ വരുന്ന ദൈവ പൈതലിന് സന്തോഷത്തോടെ പറയാം, എൻ്റെ കർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകത്തിന് 42-ാം അധ്യായം എന്നൊരു അധ്യായമുണ്ട്. ചെറിയ അധ്യായമാണ്. പക്ഷെ അവിടേക്ക് വരുമ്പോൾ എന്താ അവന് നഷ്ടപ്പെട്ടു? അതിൻ്റെ എല്ലാം ഇരട്ടി അവന് കിട്ടുകയാണ്. സഹോദരങ്ങളെ, ദൈവം നമ്മളെ വീണ്ടെടുത്തു എന്നുള്ളത് കൊണ്ടാണ് ആരാധനയിലെ സന്തോഷം നമുക്കുള്ളത്. 71-ാം സങ്കീർത്തനത്തിൻ്റെ 22-23 വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിക്കാമോ? 72-ാം സങ്കീർത്തനം, 71-ാം സങ്കീർത്തനം. നീ എന്റെ മഹത്വം വർദ്ധിപ്പിച്ച് എന്നെ വീണ്ടും ആശ്വസിപ്പിക്കണമേ. എന്റെ ദൈവമേ, ഞാനും വീണ കൊണ്ട് നിന്നെയും നിന്റെ വിശ്വസ്തയും സ്തുതിക്കും. ഇസ്രായേലിന്റെ പരിശുദ്ധനായുള്ളവേ, ഞാൻ കിന്നരം കൊണ്ട് നിനക്ക് സ്തുതി പാടും. പിന്നെ ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എന്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എന്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. അവിടെ അദ്ദേഹം പറയുകയാണ്, ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ. അതിനു മുൻപ് അദ്ദേഹം പറയുന്നു, വീണ കൊണ്ടും കിന്നരം കൊണ്ടും എല്ലാം ഞാൻ നിന്നെ സ്തുതിക്കും. വീണയും കിന്നരവും ഒക്കെ സമർത്ഥമായി വിഹിക്കാൻ കഴിവുള്ള ഒരു മ്യൂസീഷ്യനായിരുന്നു ദാവീദ്. എന്നാൽ സങ്കല്പിക്കാതൊന്നുമില്ല എന്ന് സങ്കല്പിച്ചാലും ഇവിടെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സാങ്കേതിക സൗകര്യങ്ങൾ തരുന്ന സഹോദരന്മാർ, മ്യൂസിക് നന്നായി ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ ആരാധന ഒരു അനുഗ്രഹമാണ്. എന്നാൽ ഇതില്ലാതിരുന്ന കാലവും നമുക്കുണ്ടായിരുന്നു. ദേവദാസന്മയെ ഓർപ്പിച്ചതുപോലെ കാൽനടയായി സഞ്ചരിച്ചിരുന്ന കാലം, ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഇതുപോലെയുള്ള സൗകര്യങ്ങൾ, ചെയറുകളും മറ്റു ഫ്ലോറുകളും നല്ല ഫ്ലോറൊന്നും ഇല്ലാതിരുന്ന കാലം, അങ്ങനെയുള്ള വെറും ഒരു സാധാരണ ആരാധനാലയങ്ങളിൽ വലിയ സംഗീതോപകരണങ്ങൾ ഒന്നുമില്ലാതിരുന്ന കാലം, ഇന്നത്തെ പോലെ കൊയർ ലീഡേഴ്സ് എന്നോ വർഷിപ്പ് ലീഡേഴ്സ് എന്നോ ഒന്നുമുള്ള പേര് പോലും അറിയാതിരുന്നൊരു കാലം, അങ്ങനെയൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അന്നും ആരാധന ഉണ്ടായിരുന്നു. അന്ന് ഇൻസ്ട്രുമെന്റുകൾ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ദാവീദിന്റെ വാക്കിന്റെ പ്രസക്തി. എങ്കിലും ദൈവമേ, ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാർന്നിക്കുന്നു. സഹോദരങ്ങളെ, അതാണ് ആരാധന എന്ന് പറയുന്നത്. കേരളത്തിൽ നിന്ന് വന്നവരാണ് നിങ്ങളും ഞാനും എല്ലാം. ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് രാജ്യങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരുമാകാം. എങ്കിലും ഏറെക്കുറെ ആളുകളും കേരളത്തിൽ നിന്ന് വന്നു. നമ്മുടെ വീടുകളിൽ ഇന്നാണ് ഗ്യാസും കുക്കിംഗ് റേഞ്ചും ഇതൊക്കെ ഉണ്ടായി വന്നത്. പണ്ട് നമ്മൾ വിറകടുപ്പുകളിലാണ് ആഹാരം പാചകം ചെയ്തുകൊണ്ടിരുന്നത്. കഞ്ഞിയൊക്കെ വെക്കുന്ന വിറകടുപ്പിലാണ്. കഞ്ഞി വയ്ക്കാനായിട്ടുള്ള കലത്തിൽ അരിയൊക്കെ ഇട്ട്, അലൂമിനിയം കലമാണെങ്കിൽ അതിൻ്റെ അടപ്പ് കൊണ്ട് ഇത് അടച്ചു വച്ചിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ നോക്കണം, ഈ കഞ്ഞി തിളയ്ക്കുന്ന ഒരു സമയത്ത് ഈ അടപ്പ് മുകളിലോട്ട് പൊങ്ങുകയും താഴുകയും ചെയ്യും. നമ്മൾ പറയുകയാണ്, യു ഷട്ട് അപ്പ്, യു കീപ് ക്വയറ്റ്,
എന്ന് പറഞ്ഞാൽ ഈ അടപ്പടങ്ങിയിരിക്കുമോ? ഇല്ല. അതിനെ സംസാരിക്കാൻ അറിയാമെങ്കിൽ ഒരു ടെസ്റ്റ് മണി നമ്മളോട് പറയും, പാസ്റ്ററെ മുകളിലോട്ടും താഴോട്ടും ചാടാൻ ആവേശമുള്ളതുകൊണ്ട് മാത്രം ചാടുകയല്ല, ഈ കലത്തിനടിയിൽ തീ കത്തുന്നുണ്ട്. തീ കത്തി വെള്ളം ചൂടായി ഈ അരി വേകുമ്പോൾ ഒരു ഉയർന്ന പ്രഷർ മുകളിലേക്ക് വരും. ആ പ്രഷറാണ് എന്നെ ഇങ്ങനെ ചാടിക്കുന്നത്. പെന്തിക്കോസ്തുകാരൻ്റെ ആരാധനയിൽ നൃത്തമുണ്ട്, ചാട്ടമുണ്ട്, പക്ഷേ അതിനൊരു വേദശാസ്ത്ര അടിത്തറ കൂടെയുണ്ട്. നീ വീണ്ടെടുത്ത ഒരു പ്രാണൻ ഇതിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മളെ വീണ്ടെടുത്തു, അതിനായി സ്തോത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വീണ്ടെടുപ്പ്, യേശു ക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ വീണ്ടെടുപ്പായി മാറി. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ വീണ്ടെടുത്തത് കൊണ്ട്, ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചത് കൊണ്ട്, നാം കർത്താവിൻ്റെ വകയായി മാറിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ എല്ലാം സമാപനം എവിടെയാണ് നാം കാണുന്നത്? വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 5-ാം അധ്യായം വായിക്കുമ്പോൾ അത് രണ്ടും ഒരു യൂണിറ്റാണ്. അവിടെയാണ് ആരാധനയുടെ ഒരു സ്വർഗീയ ദർശനം നമ്മൾ കാണുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം കണ്ണോടിക്കുമ്പോൾ അവർ പറയുകയാണ്, മൂപ്പന്മാരും ദൂതന്മാരും ചേർന്ന് പറയുകയാണ്, കുഞ്ഞാടേ നീ യോഗ്യൻ. എന്താ യോഗ്യനാകാൻ കാരണം? നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ജാതികളിലുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിച്ചു, അല്ലെങ്കിൽ വീണ്ടെടുത്തു. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, യേശു ക്രൂശിൽ മരിച്ചത് ഒരു നഷ്ടക്കഥയായി ലോകം പറഞ്ഞാൽ, തിരുവെഴുത്ത് പറയുന്നു അങ്ങനെയല്ല. ഈ സകല ഗോത്രങ്ങളും ഭാഷകളും വംശങ്ങളും ഒരുമിച്ച് വന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സുദിനമുണ്ട്. അതാണ് നമ്മൾ ഈ തിരുമേശ ഓരോ പ്രാവശ്യം ആചരിക്കുമ്പോഴും ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ വീണ്ടെടുത്തു, അതിനായി സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ടവരുടെ ആഹ്ലാദവും ആരാധനയും കാണണമെങ്കിൽ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. അതൊരു പാട്ടാണ്. ആ പാട്ട് മിറിയാമിൻ്റെ നേതൃത്വത്തിൽ പാടുന്നൊരു പാട്ടാണ്. മോശയുടെ സഹോദരി മിറിയാമിന് 19-25 അധികം വയസ്സ് കാണും. എങ്കിലും ആ ദൈവദാസി തപ്പെടുത്തുകൊണ്ട് മറ്റ് സ്ത്രീകളെ ചേർത്ത് പിടിച്ച്, അല്ലെങ്കിൽ അവരോട് കൂടെ നിന്ന് പാടുകയാ, ദൈവമേ നീ മഹോന്നതൻ, നീ ഞങ്ങളെ വീണ്ടെടുത്തു. അത്ഭുതകരമായിട്ടുള്ള ദൈവത്തിൻ്റെ വിടുതലിനെ, വീണ്ടെടുപ്പിനെ അവിടെ ചേർത്ത് പറയുകയാണ്. ഞങ്ങൾ നിന്റെ അവകാശമായി മാറി. ഫറവോൻ പറയുന്നു, ഞാൻ അവരെ പിന്തുടരും, ഞാൻ അവരെ പിടിക്കും. ഒന്നും നടന്നില്ല സഹോദരങ്ങളെ. അവരെ വീണ്ടെടുക്കാൻ ഒരു ദൈവമുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആരെല്ലാം നിങ്ങൾക്കെതിരെ ഭീഷണി മുഴക്കിയാലും നമ്മുടെ കർത്താവ് നമ്മെ വീണ്ടെടുത്തതിനാൽ നാം അവൻ്റെ വകയായി മാറി. അതിനായി സ്തോത്രം ചെയ്യാം. ക്രിസ്തുവിൻ്റെ മരണം നമുക്ക് വീണ്ടെടുപ്പായി മാറി, നാം പ്രായശ്ചിത്തമായി മാറി, ദൈവനീതിയുടെ പ്രദർശനമായി മാറി. അതുകൊണ്ട് വിശ്വാസത്താൽ നമ്മൾ ആ നിലയിൽ നീതീകരിക്കപ്പെട്ടത് കൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഒന്നാമത്തെ അനുഗ്രഹം, ദൈവത്തോട് സമാധാനം. വി ഹാവ് peace with God. We have reconciled with God. ദൈവം നമ്മളോട് ശത്രുതയിലായിരുന്നു, നമ്മളും ദൈവത്തിൻ്റെ ശത്രുക്കളായിരുന്നു, ദൈവം നമ്മോടും ശത്രുതയിലായിരുന്നു. എന്നാൽ ആ ശത്രുത മാറ്റി കർത്താവ് നമ്മളെ അവൻ്റെ പക്ഷത്തെ കൊണ്ടുവന്നതിനായി ദൈവത്തിന് സ്തോത്രം. സമുദായ സഭകളിലെ ആളുകൾ കുരിശ് കാണുമ്പോഴും അല്ലെ ആരാധനയിലൊക്കെ ഇങ്ങനെ കുരിശ് വരയ്ക്കാറില്ലേ? അതിനൊരു സിംബോളിക്കൽ മീനിങ് ഉണ്ട്. ദൈവം ഉയരത്തിൽ താഴേക്ക് വന്നു, ഇടത്തിൻ്റെ മക്കളായ ആളുകളെ വലത്തുഭാഗത്ത് കൊണ്ടുവന്ന അതിൻ്റെ സിംബോളിക്കൽ മീനിങ്. അതെ, അത് തന്നെ സഹോദരങ്ങളെ. യേശു ലോകത്തിലേക്ക് വന്നു, അവൻ വന്ന് പശുത്തൊട്ടിയോളം താണു. ഇടത്തിൻ്റെ അല്ലെങ്കിൽ ദൈവകോപത്തിൻ്റെ പാത്രമായിരുന്ന എന്നെയും നിങ്ങളെയും അവൻ്റെ ക്രൂശ് മുഖാന്തരം രക്ഷിച്ച് ദൈവത്തോട് നിരപ്പിച്ചതിനായി ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് എഫേസ്യർ 2:14 നമ്മളോട് പറയുന്നു, അവനാണ് നമ്മുടെ സമാധാനം. ഒരു കൂട്ടം കാര്യങ്ങളല്ല. നമ്മുടെ വീട്ടിൽ നല്ല കിടക്കയോ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഈ അത്യാധുനിക സൗകര്യങ്ങളോ എന്തെല്ലാം വർദ്ധിച്ചാലും അതല്ല സമാധാനത്തിൻ്റെ കാരണം.
സമാധാനത്തിന് കാരണം സമാധാനത്തിൻ്റെ പ്രഭുവായ യേശു നമ്മുടെ വീടിൻ്റെ അധികാരിയായി മാറി. നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങിച്ചു. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ഇന്ന് രാവിലെ പിശാച് നിങ്ങളോട് പറയുകയാണ്, എന്തെല്ലാം പ്രശ്നം നിനക്കുണ്ട്, എന്തെല്ലാം വേദനയുണ്ട്, അതുകൊണ്ട് ഇപ്പോഴും യേശുവിനെ പിന്തുടരുന്നതിന് എന്തെങ്കിലും റിലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പിശാചിനോട് പറയാം, അതുകൊണ്ടല്ല ഞാൻ കർത്താവിനെ പിന്തുടരുന്നത്, അവനാണ് എൻ്റെ സമാധാനം. എന്തും കുറയാം സഹോദരങ്ങളെ, എന്തും നഷ്ടപ്പെടാം, പക്ഷെ യേശു നഷ്ടപ്പെടാതിരുന്നാൽ ഇത് രാവിലെ അത് നമ്മുടെ സമാധാനത്തിൻ്റെ നിറവായി മാറുകയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. രണ്ടാമത്തെ അനുഗ്രഹം 2-ാം വാക്യമാണ്. അതിൽ 2 കാര്യങ്ങൾ നമ്മളോട് പറയുന്നു. എന്താ 2-ാം വാക്യം പറയുന്നത്? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം നിൽക്കുന്ന ഈ കൃപ എന്ന് പറയുന്നത് എന്താ? ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവാനുഗ്രഹത്തെക്കുറിച്ച് മാത്രമല്ല. നമ്മുടെ രക്ഷ, നമ്മുടെ സ്നാനം, നമ്മുടെ ആത്മനിറവ്, നമ്മുടെ അഭിഷേകം, ആത്മനടത്തിപ്പ്, കൃപാവരങ്ങൾ, ഇതിനെല്ലാം വിളിക്കാവുന്ന പേര് കൃപ എന്നാണ്. ഒരു വാക്കുകൊണ്ട് ക്രിസ്ത്യ ജീവിതത്തെ നിർവചിക്കാൻ, 1 വേർഡ് കൊണ്ട് ക്രിസ്ത്യ ജീവിതത്തെ നിർവചിക്കാൻ പറഞ്ഞാൽ നമുക്ക് കൊടുക്കാവുന്ന നിർവചനമാണ് ഗ്രേസ് എന്നുള്ളത്. ഒറ്റ വാക്കുണ്ട് അതിൽ മുഴുവൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹയോട് കർത്താവ് പറഞ്ഞത്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ ദീ. എൻ്റെ കൃപ മാത്രം മതി നിനക്ക്. ഇന്ന് രാവിലെ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്താ നമുക്ക് കിട്ടേണ്ടത്? പോക്കറ്റ് കുറച്ച് കാശ് കിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കൃപ ഇന്ന് കുറച്ചുകൂടെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞല്ലോ എന്ന ആ സന്തോഷത്തിൽ വേണം നമ്മൾ തിരികെ പോകാൻ. ദൈവത്തിൻ്റെ കൃപ, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. 3 അർത്ഥങ്ങൾ ഈ പ്രവേശനം എന്ന വാക്കിനുണ്ട്. പ്രവേശനം എന്നതിനേക്കാളും ഇംഗ്ലീഷിൽ ചിലയിടത്ത് അക്സസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ചില ട്രാൻസ്ലേഷൻ വി ആർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ പ്രസൻസ് ഓഫ് ഗോഡ്. ആ വാക്ക് കുറച്ചുകൂടെ അതിനോട് ചേരുന്നതാണ്. പ്രവേശനം എന്ന വാക്കിനേക്കാൾ നാം ദൈവസന്നിധിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു, അല്ലെങ്കിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് വരാൻ എനിക്കോ നിങ്ങൾക്കോ അർഹതയുണ്ടായിരുന്നോ? കർത്താവിൻ്റെ വേലയുടെ പങ്കുവഹിക്കാൻ എനിക്കോ നിങ്ങൾക്കോ അർഹതയുണ്ടായിരുന്നോ? ഇല്ല. പക്ഷെ കൃപയാണ് നമ്മളെ അവിടെ കൊണ്ടുവന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രവേശനം എന്നതിൻ്റെ 1-ാമത്തെ ഒരർത്ഥം എന്ന് പറയുന്നത് ഒരു ചക്രവർത്തിയുടെ തിരുസന്നിധിയിലേക്ക്, അല്ലെങ്കിൽ തിരുമുൻപിലേക്ക് ഒരാൾക്ക് കിട്ടുന്ന പ്രവേശനം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടായ്മയിൽ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഇവിടെയുള്ള ചാൾസ് രാജാവിനെ നേരിൽ കണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടോ? ഒരു സഹോദരി പറഞ്ഞു അവർക്കങ്ങനെ ഒരു അവസരം കിട്ടി. അദ്ദേഹത്തിൻ്റെ 75th ബർത്ത്ഡേക്ക് അവർക്കൊരു ഇൻവിറ്റേഷൻ കിട്ടി. അവിടെ പോയി അദ്ദേഹത്തെ നേരിൽ കണ്ടു ഷേക്ക് ഹാൻഡ് ചെയ്യാനൊക്കെയുള്ള അവസരം. പക്ഷെ അത് അപൂർവമാണ്. നമ്മൾ എത്ര പേർക്ക് അത് കിട്ടും സഹോദരങ്ങളെ? വലിയ ബഹുഭൂരിപക്ഷം ആളുകൾക്കും അത് കിട്ടില്ലല്ലോ. എന്നാൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു, നാം വന്നിരിക്കുന്നത് ഇവിടെയുള്ള ഈ ചെറിയ രാജ്യത്തിൻ്റെ ഭൂവിസ്തൃതി നോക്കിയാൽ യൂറോപ്പിലെ ചെറിയ രാജ്യത്തിൽ ഒന്നാണിത്. ഇവിടെയുള്ള ഈ രാജാവിൻ്റെ സന്നിധിയിലേക്കല്ലല്ലോ നമുക്ക് പ്രവേശനം. രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവരും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ധന്യനായ ഏകാധിപതിയുമായ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കിട്ടിയ പ്രവേശനത്തിനായി ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. We are introduced into the very presence of God. അതാ എബ്രായ ലേഖനത്തിൽ പറയുന്നത്, അവൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് ധൈര്യത്തോടെ വരിക. പുരോഹിതന്മാരെയും മഹാപുരോഹിതനെയും വേർതിരിച്ചിരുന്ന ഒരു തിരശ്ശീലയുണ്ടായിരുന്നു. പുരോഹിതന്മാരെയും സാധാരണക്കാരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. സാധാരണക്കാരെയും വിജാതീയരെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ഒരു മതിൽക്കെട്ടുമുണ്ടായിരുന്നു ഇസ്രായേലിയുടെ ദേവാലയത്തിൽ. എന്നാൽ ആ
ഏറ്റവും പ്രധാനമായിട്ടുള്ള ദർശീല. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ യാഗമായി തീരുമ്പോൾ മുകളിൽ നിന്ന് അടിയോളം രണ്ടായി ചിന്തി. ഇനി തിരുവേനിയെന്നോ ഐവേനിയെന്നോ വ്യത്യാസമില്ല. നമുക്കെല്ലാവർക്കും പിതാവിനെ അബ്ബാ എന്ന് വിളിച്ചുകൊണ്ട് ഇന്ന് രാവിലെ അടുത്തിയെല്ലാൻ കഴിയുന്ന അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം. കൃപാസനത്തിൻ്റെ അടുക്കൽ ചെല്ലാനുള്ളത് സ്തോത്രത. രണ്ടാമത്തെ അർത്ഥം എൻ്ററിങ് ഇൻ ടു ദ ഹോളിയസ്റ്റ് ഓഫ് ഹോളി. എല്ലാ ദൈവാലയങ്ങൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഇസ്രായേലിനെ പറഞ്ഞല്ലോ, അത് ആണ്ടിൽ ഒരിക്കൽ മഹാപുരോഹിതൻ കയറി ചെല്ലുന്ന ആ ഹോളിയസ്റ്റ് ഓഫ് ഹോളി മറ്റാരും കയറിയിട്ടില്ല. ഒരു പുരോഹിതനും ഒരു ജനവും കയറിയിട്ടില്ല. ദാവീദൊക്കെ അതിനെക്കുറിച്ച് പറയാണ്, ഹോവേ നിന്റെ സന്നിധി എത്ര മനോഹരം, രാവും പകലും ഇവിടെ വസിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും നടക്കില്ല. പക്ഷേ ഇന്ന് നമുക്കത് സാധിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ദൈവാലയത്തിൽ വന്നിട്ട് ഒന്ന് നോക്കിക്കണ്ടു പോകാനല്ല ദൈവം നമ്മളെ കൊണ്ടുവന്നത്, അവൻ്റെ സന്നിധിയിൽ സ്ഥിരമായി നിൽക്കാൻ വേണ്ടിയാണ്. നമ്മുടെ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ഒരു ഷ്രൈൻ അല്ലെങ്കിൽ സ്ഥലമാണ്, പുണ്യസ്ഥലമാണ് ശബരിമല. ഇവിടെ നിന്നെല്ലാം ആളുകൾ വരും. മണിക്കൂറുകൾ കാത്തുനിന്നാണ് അവർ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ചെല്ലുന്നത്. ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാനങ്ങ് ഉത്തരേന്ത്യയുടെ അങ്ങേ അറ്റത്ത് നിന്ന് വന്ന ആളാണ്, അതുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ ഇവിടെ ഈ സന്നിധാനത്ത് നിന്നിട്ടേ പോകുന്നുള്ളൂ പറഞ്ഞാൽ പോലീസുകാർ അനുവദിക്കില്ല. അയാൾ ഉടനെ അവരെ ചെക്ക് പിടിച്ച് അടുത്ത വഴിയെ വിടും. കാരണം വേറെ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. സഹോദരങ്ങളെ, എന്നാൽ അങ്ങനെയല്ല. ഒന്ന് എത്തി നോക്കാനുള്ള അവസരമല്ല, കർത്താവിൻ്റെ മുഖം കണ്ട് ആനന്ദിക്കാൻ സന്തോഷിക്കാൻ കിട്ടിയ ഈ അവസരത്തിനായി സ്തോത്രം. പാസ്റ്റേഴ്സ് ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്, വർഷിപ്പ്, അത് കൊയറുണ്ട്. പക്ഷേ അവരാരും അല്ല നമ്മളെ ഇന്ന് അനുഗ്രഹങ്ങൾ നമ്മുടെ അടുക്കിലേക്ക് കൊണ്ടുവരുന്നത്. എൻ്റെ കർത്താവേ, എൻ്റെ അപ്പച്ച എന്ന് നേരിട്ട് പറഞ്ഞ് അവൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാനുള്ള ആ പ്രവേശനം നമുക്ക് കിട്ടി. മൂന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത്, ഈ വാക്ക് പൗലോസ്ലീഹയുടെ കാലത്ത് തുറമുഖങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. എന്താ തുറമുഖത്തിൻ്റെ പ്രത്യേകത? കപ്പലുകൾ വന്ന് അടുക്കും, അതിൽ സാധനങ്ങൾ അവിടെ ഇറക്കും, അവിടുന്ന് വീണ്ടും തിരികെ കൊണ്ടുപോകും. ഒരു വലിയ എക്സ്ചേഞ്ച് നടക്കുന്ന സ്ഥലമാണ് ഈ തുറമുഖം. ഇന്ന് രാവിലെ ഞാനും നിങ്ങളും വന്നത് അനുഗ്രഹങ്ങളുടെ ഒരു തുറമുഖത്താണ്. ദൈവത്തിൻ്റെ പൈതലേ, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ കുടഞ്ഞിടാം, എന്തെല്ലാം ആവലാതികളുണ്ടെങ്കിലും ഇവിടെ പറയാം. ഇവിടെ തീരാത്തൊരാവലാതിയുമില്ല. എൻ്റെ യേശു സകലത്തിലും മതിയായവനാണ്. ഭൂമിയിൽ അവന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ സമൂഹത്തിലില്ല. യേശു മതിയായവനാണ്. പ്രൈസലോ. അതാണ് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശു ക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. മൂന്നാമത്തെ അനുഗ്രഹം എന്താണ്? ആ രണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം, നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. We rejoice in the glory of God, in the hope of the glory of God. വരുവാനുള്ള ആ ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. മൂന്നാം അധ്യായത്തിൻ്റെ 23 വാക്യം എന്താ നമ്മളോട് പറയുന്നത്? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി മാറി. പക്ഷെ അങ്ങനെയല്ല മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്. ആദമിനും ഹവയ്ക്കും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വസ്ത്രം ഉണ്ടായിരുന്ന അവര് പാപം ചെയ്തപ്പോഴാണ് അത്തിയില കൊണ്ടുള്ള വസ്ത്രത്തിന് വേണ്ടി അന്വേഷിച്ചു പോയത്. എന്നാൽ ആ നഷ്ടപ്പെട്ട ഗ്ലോറിയിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുവരാനാണ് യേശു ക്രൂശിൽ മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ചില്ലറ സൗഭാഗ്യങ്ങൾ തന്ന്, ഒരു രോഗസൗഖ്യം തന്ന്, ഒരു ജോലി തന്ന്, ഒരു ഭൗതിക സ്വസ്ഥത തന്ന് ഇവിടെ നിലനിർത്താനാണോ യേശു ലോകത്തിലേക്ക് വന്നത്? അല്ല. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ചീപ്പായ കാര്യങ്ങൾക്ക് വേണ്ടി ആകരുത് സഹോദരങ്ങളെ. ഏറ്റവും വലുത് പാപം കൊണ്ട് നഷ്ടപ്പെട്ട ദൈവ തേജസ്സാണ്. അതുകൊണ്ട് വചനം പറയുന്നു, സകലത്തിലും ലാക്കും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷാനായകനായ യേശുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കും ദൈവത്തെ
ദൈവത്തിന് യുക്തമായി തോന്നി. പ്രൈസ് ലോർഡ്. രാവിലെ ഈ തിരുവേശയുടെ അടുക്കിലേക്ക് ഞാനും നിങ്ങളും കൈനീട്ടുമ്പോൾ അടുത്ത് വരുമ്പോൾ ഓർക്കേണ്ടത് ദൈവത്തിൻ്റെ യുക്തിയിൽ യുക്തമായിരുന്ന ഒരു വസ്തുതയുണ്ട്, യേശുവിനെ കാൽവറിയിൽ നമുക്ക് വേണ്ടി നൽകുക എന്നുള്ളത്. പക്ഷേ അത് നമ്മുടെ മനുഷ്യയുക്തി കൊണ്ട് മനസ്സിലാക്കാൻ വളരെ വിഷമമാണ്. എങ്കിലും വചനം പറയുന്നു, അവരെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കും ദൈവത്തിന് യുക്തമായി തോന്നി. അതിൽ കൂടെയാണ് നഷ്ടപ്പെട്ട മഹത്വത്തിലേക്ക് നമ്മൾ തിരികെ ചേരുന്നത്. രാവിലെ സഹോദരങ്ങളെ, ഈ തിരുവെഴുത്ത് പൗലോസിന്റെ ലേഖനം റോമർ 5:9, 10, 8:17 മുതൽ 24 വരെ, 29, 30, 13-ാം അധ്യായത്തിൻ്റെ 11, 12, ഈ വചനങ്ങൾ തെസ്സലോനിക്കർ 2:14 എന്ന് വേണ്ട ഒരുപാട് വചനങ്ങളിൽ പൗലോസ് ഈ ദൈവ മഹത്വത്തെ എടുത്തു പറയുന്നുണ്ട്. ഗ്ലോറി ഓഫ് ഗോഡ്. ഷെക്കൈന, മോശ ഉണ്ടാക്കിയ കൂടാരത്തിൽ എല്ലാം പണി തീർന്നപ്പോൾ വന്ന ഒരു വസ്തുത the Shekinah of God ആണ്. ശലോമോൻ പണിത ദൈവാലയത്തിൽ 2 ദിനവൃത്താന്തം 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗവും 7-ന്റെ ആരംഭ ഭാഗവും വായിക്കുമ്പോൾ അവരുടെ ആരാധനയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും നിറഞ്ഞിരുന്നത് ഈ ഷെക്കീന ഓഫ് ഗോഡാണ്. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ആരാധനയുടെ ഒടുവിൽ വരേണ്ടതല്ല. ദൈവമഹത്വം ഇവിടെ പാട്ടുപാടി തുടങ്ങുമ്പോൾ, ഇവിടെ ദൈവസൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് വരുന്നത് ആ ദൈവമഹത്വം. അതാണ് ഈ ആരാധനയുടെ ഏറ്റവും സവിശേഷമായ ഭാഗം എന്ന് പറയുന്നത്. രാവിലെ ദൈവത്തിൻ്റെ മക്കളെ, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ദൈവമഹത്വം വെളിപ്പെട്ട 2-3 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, സ്വർഗത്തിൽ എപ്പോഴും ദൈവമഹത്വമാണുള്ളത്. ഭൂമിയിൽ അത് ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. അത് 19-ാം സങ്കീർത്തനം ആദ്യ വാക്യങ്ങൾ നമ്മളോട് പറയുന്നു. പിന്നെ ദൈവമഹത്വം വെളിപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരത്തിലാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. യേശുവിൻ്റെ തിരുവവതാരം ദൈവത്തിന് മഹത്വത്തിൻ്റെ ഒരിടമായിരുന്നു. ഇനിയും ദൈവമഹത്വം വെളിപ്പെടും. അതിൻ്റെ ഒരു അംശം ഇപ്പോൾ നമ്മളുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ. എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല. അവൻ പ്രത്യക്ഷനാകും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. മാത്രമല്ല, നമ്മൾ അവനെ താൻ ഇരിക്കുന്ന പോലെ കാണും. അതുമാത്രവുമല്ല, നാം അവൻ്റെ തേജസ് അണിഞ്ഞവരായി മാറും. ഇന്ന് രാവിലെ സഹോദരങ്ങളെ, ഇവിടെയുള്ള 60, 70, 80, 90, 120 ഇതൊക്കെ ഒരു റിഹേഴ്സലിൻ്റെ പീരീഡ് മാത്രമാണ്. ദൈവതേജസ്സിന്റെ ആ പൂർണ്ണതയിലേക്ക് ക്രിസ്തു ഭക്തന്മാർ ചെന്നടുക്കുന്ന ഒരു ദിനമുണ്ട്. അത് നമ്മുടെ മുൻപിൽ കാണണം ദൈവത്തിന്റെ മക്കൾ. അതിനെ കണ്ടാണ് നമ്മുടെ പിതാക്കന്മാർ പാട്ടുപാടിയതും ആരാധിച്ചതും അഭിവന്ദിച്ചു പോകുന്നതും ഒക്കെ എന്തെങ്കിലും ഭൗതികമായ സുഖസൗകര്യങ്ങൾ മുൻപിൽ കണ്ടല്ല, ഇവിടെ വരുമെന്ന് കണ്ടല്ല. കർത്താവേ, നിന്റെ മഹത്വത്തിലേക്ക് അത് മറ്റാർക്കും തരാൻ പറ്റില്ല. ഞങ്ങളുടെ പാരമ്പര്യത്തിനോ പള്ളിപദങ്ങൾക്കോ ആചാര്യങ്ങൾക്കോ പൂജാരിമാർക്കോ ആ കർമ്മകാണ്ഡ നിബിഡമായ ആരാധനകൾക്കോ തരാൻ കഴിയാത്തത് കൃപയാൽ യേശു ക്രിസ്തുവിൽ ലഭിച്ചതിനായി സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇത് തന്നെയായിരിക്കണം നമ്മുടെ ആരാധനയുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. നാം ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അടുത്ത കാര്യം അടുത്ത 3-ാമത്തെ വാക്യത്തിലുണ്ട്. അത് തന്നെയല്ല, കഷ്ടതയിൽ നാം പ്രശംസിക്കുന്നു. We rejoice in our suffering. നമ്മുടെ കഷ്ടതയിൽ നാം പ്രശംസിക്കുന്നു. എന്താ കാരണം? കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. കഷ്ടതയുണ്ടോ? ഇന്ന് ദൈവമക്കൾ കഷ്ടതയുണ്ടോ? അതിനെ ശാപമായിട്ടാണോ കാണേണ്ടത്? പൗലോസിൻ്റെ എഴുത്തുകൾ വായിച്ചു നോക്കൂ. പ്രവൃത്തി പുസ്തകം 14:22 1-ാമത്തെ മിഷണറി യാത്രയിൽ സ്ഥാപിച്ച സഭകളിൽ 2ാമത് ചെന്നവരെ ഉറപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഇങ്ങനെ നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ കടന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നാണ് പറയുന്നത്.
അതുപോലെ പിന്നീട് ഫിലിപ്പിയർ 1:29, ഈ റോമർ 8:17-18 ഇവിടെ എല്ലാം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. 2 കൊരിന്ത്യർ 4:16-17 വാക്യങ്ങൾ എന്താ പറയുന്നത്? നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന തേജസ്സിന്റെ നിത്യഘനം ഓർക്കുമ്പോൾ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം എന്നല്ലേ അദ്ദേഹം വിളിക്കുന്നത്. ആ ഘനം എന്ന വാക്കാണ് എബ്രായിൽ മഹത്വം എന്ന ഖാബോദ് എന്ന പദം. ഖാബോദ്, ഈ ഖാബോദ് എന്ന് കേട്ടിട്ടില്ലേ നമ്മൾ? മഹത്വം വിട്ടുപോയി എന്ന അതിൻ്റെ അർത്ഥം. അതിനെ നമ്മുടെ ഭാഷയിൽ തർജ്ജമ ചെയ്തൊരു ഖനം, തൂക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാവി മഹത്വവും ഇന്നത്തെ കഷ്ടതയും രണ്ടും ഒരു തുലാസിൻ്റെ 2 തട്ടുകളിൽ വെച്ചാൽ ഏതിനാ വെയിറ്റ് കൂടുതൽ വരുന്നത്? ഈ കഷ്ടങ്ങളല്ല നമ്മുടെ മഹത്വമാ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പൈതലേ, എന്തെങ്കിലും ചില കഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് യേശുവിനെതിരെ പിറുപിറുക്കരുത്, അവരെ തള്ളിപ്പറയരുത്. യേശുവിനെ രുചിച്ചറിഞ്ഞ് ആരും ഒരു ഗർവാപ്പസിയിൽ പോയിട്ടില്ല സഹോദരങ്ങളെ. കർത്താവിനെ രുചിച്ചറിഞ്ഞവൻ അവൻ നല്ലവനാണല്ലോ എന്ന് ഏറ്റുപറയുന്ന പോളികാർപ്പിനെ പോലെയാണ്. 86 വയസ്സുള്ള പോളികാർപ്പ് യോഹന്നാൻ അപ്പോസ്തലന്റെ ഒരു ഡിസൈപ്പിളായിരുന്നു. ഒടുവിൽ അദ്ദേഹത്തെ റോമാക്കാർ പിടിച്ചു, തീ കത്തിച്ച് കൊല്ലാൻ തീരുമാനിച്ചു. എങ്കിലും ഏറ്റവും അവസാനം അവരെല്ലാവർക്കും ഒരു അവസരം കൊടുക്കാറുണ്ട്. യേശുവിനെ തള്ളിപ്പറയാമോ എന്ന് ചോദിച്ചപ്പോൾ എന്താ ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞത്? 86 വർഷം യേശു എനിക്ക് നല്ലവൻ മാത്രമായിരുന്നു, അവനെൻ്റെ രക്ഷകനായിരുന്നു, ഞാൻ എങ്ങനെ അവരെ തള്ളിപ്പറയും? താമസിച്ചില്ല, അവരവരെ തുണി ചുറ്റി എണ്ണയൊഴിച്ചു, തീപ്പന്തമാക്കി മാറ്റി. സഹോദരങ്ങളെ, യേശുവിനെ തള്ളിപ്പറഞ്ഞവരുടെ പിൻതലമുറയല്ല ഞാനും നിങ്ങളും. യേശുവിന് വേണ്ടി നിന്നവരുടെ പിൻതലമുറയാണ്. സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കുന്നു, നമ്മുടെ കഷ്ടങ്ങൾ നമുക്ക് സഹിഷ്ണുത ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ സമ്മർദ്ദങ്ങളിൽ കൂടെ പോകുമ്പോൾ അതിനൊരു സ്ഥിരത കൈവരും. സ്ഥിരതയുണ്ടാകണമെങ്കിൽ കഷ്ടതയുണ്ടാവണം. അതുമാത്രമല്ല, ആ സഹിഷ്ണുത നമ്മളെ സിദ്ധതയിലേക്ക് കൊണ്ടുവരുന്നു. സിദ്ധത എന്ന പദത്തിന് ഇംഗ്ലീഷിലെ ക്യാരക്ടർ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താ അതുകൊണ്ട് അർത്ഥം? ഡോക്കിമേ എന്നൊരു വാക്ക് പൗലോസിൻ്റെ എഴുത്തുകളിൽ അതിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വലിയ വലിയ ലോഹങ്ങൾ വലിയ തീയിൽ കൂടെ കടത്തിവിടും. എന്തിനാ കടത്തിവിടുന്നത്? ഇത് നല്ല നല്ല ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ യോഗ്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കടുത്ത തീയിൽ കൂടെ കടത്തിവിട്ടാലും അതിനൊരു കുഴപ്പവുമില്ലെങ്കിൽ ആ ലോഹങ്ങളെ പാത്രങ്ങളോ മറ്റു പലതുമായിട്ട് ഉപയോഗിക്കും. സഹോദരങ്ങളെ, അങ്ങനെ എന്താണോ ആ ടെസ്റ്റിങ്ങിൻ്റെ അവസാനം വരുന്നത്, അതിൻ്റെ പേരാ ടെസ്റ്റിമണി. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞു, വാട്ട് ഈസ് ടെസ്റ്റിമണി? ടെസ്റ്റിമണി ഈസ് വാട്ട് ഈസ് ലെഫ്റ്റ് ഔട്ട് ആഫ്റ്റർ ടെസ്റ്റിംഗ്. നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അവസാനം വരുന്നത്. അബ്രഹാമിനെ ദൈവം ടെസ്റ്റ് ചെയ്തു, ഒടുവിൽ അവന് കിട്ടിയ പേരാണ് വിശ്വാസികളുടെ പിതാവ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കളെ, ഉയർച്ചയ്ക്ക് വേണ്ടി ഉയർന്ന പടികളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കും എനിക്കും ടെസ്റ്റിംഗ് വരാറുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഉണ്ടാക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങൾ സേവിക്കുന്നത്. ഈ കഷ്ടത നമുക്ക് പ്രത്യാശ ഉളവാക്കുന്നു. അതുമാത്രമല്ല, ഈ കഷ്ടങ്ങളിലാണ് നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത്. അതെങ്ങനെ അറിയാം? അതിൻ്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദൈവസ്നേഹത്തിൻ്റെ ഉറപ്പ് നമ്മുടെ കഷ്ടങ്ങളിലുണ്ട്. ഒരമ്മ തൻ്റെ മക്കളിൽ ഏറ്റവും കൂടുതൽ പരിചരണവും വാത്സല്യവും കരുതലും കാണിക്കുന്നത് ആ അമ്മയുടെ മക്കളിൽ ഒരാൾ ശാരീരികമായി ബലഹീനാകുമ്പോൾ രോഗിയാകുമ്പോൾ ആ കുഞ്ഞിനെ എന്തുമാത്രം പരിചരണം കൊടുക്കും, സ്നേഹം കൊടുക്കും, കരുതലുണ്ട്. കാരണം അവിടെയാണ് ആ സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, കരുതലിൻ്റെ കൂടുതൽ ആവശ്യകത. രാവിലെ ദൈവം എന്നെ കാണുന്നില്ലെന്നോ മറന്നെന്നോ നമ്മൾ ആരും ഒരിക്കലും പറയരുത്. നാം കർത്താവിൻ്റെ തോളിലാണ്. നമുക്ക് നടക്കാൻ പറ്റാത്തപ്പോൾ അവൻ നമ്മെ ഭുജത്തിലെടുത്ത് വഹിക്കുന്ന നല്ല ഇടയനാണ്. അവനാണ് ജീവൻ കൊടുക്കുന്ന ഇടയൻ. പ്രൈസ് ദി ലോർഡ്. രാവിലെ സഹോദരങ്ങളെ, അതിൽ നമുക്ക് we rejoice in our suffering.
അടുത്ത അനുഗ്രഹം എന്ന് പറയുന്നത് നാം രക്ഷിക്കപ്പെടും എന്ന അനുഗ്രഹമാണ്. നാം രക്ഷിക്കപ്പെടും. 9-10 വാക്യങ്ങളാണ്. എളുപ്പത്തില വാക്യങ്ങളൊന്ന് വായിക്കാമോ? അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. സ്തോത്രം. നാം രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടോ എന്ന ചോദ്യത്തിന് 2 ഉത്തരമുണ്ട്. യേസ് എന്നും നോ എന്നും ഉത്തരമുണ്ട്. യേസ് എന്താണത്? അത് 8-ന്റെ 1-ാമത്തെ വാക്യം. Now therefore there is no condemnation for those who are in Christ Jesus. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആ 7-ാം അധ്യായത്തിൻ്റെ തുടർച്ചയിലാണ് അതും കൂടെ പറയുന്നത്. നമുക്കൊരു ശിക്ഷാവിധി ഇല്ല. കാരണം നമ്മുടെ ശിക്ഷാവിധി എല്ലാം യേശു വഹിച്ചു. പത്രോസ്ലീഹ പറയുന്നു 2-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് പീറ്റർ എന്താ നമ്മളോട് പറയുന്നത്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന ദൈവവൈതലേ, നമ്മുടെ ശാരീരിക ബലഹീനത മറക്കുന്ന ഒരു രക്ഷകനെ അല്ല നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ആവശ്യങ്ങളിൽ കരുണയോടെ ഇടപെടുന്ന ആ കർത്താവ് ക്രൂശിൽ കയറിയത് വേദനകളെയും ചുമന്നുകൊണ്ടായിരുന്നു എന്ന് വചനം നമ്മോട് പറയുന്നു. ഇന്ന് രാവിലെ അവൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് വന്നു നാം രക്ഷിക്കപ്പെടും. അതാണ് 13-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ പറയുന്നത്. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കും. ദ സാൽവേഷൻ ഈസ് അറ്റ് ഹാൻഡ്. ഇവിടെ പറയുന്നതാണെന്ന് അറിയാമോ? നാം ശത്രുക്കളായിരുന്നപ്പോൾ അവൻ്റെ പുത്രൻ്റെ മരണത്താൽ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു. അങ്ങനെയെങ്കിൽ നിരന്ന ശേഷം നമ്മൾ അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. ഇപ്പോൾ നമുക്ക് കർത്താവിൻ്റെ ആ രക്ഷയുടെ ഉറപ്പിൻ്റെ കാരണം എന്താ? ഞാൻ പാപിയായിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചു, അവൻ എന്നെ രക്ഷിച്ചു, അവൻ്റെ മകനാക്കി പാപത്തിൻ്റെ ശിക്ഷയിൽ വിടുവിച്ചു. ഓരോ ദിവസവും പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി പാപത്തിൻ്റെ സാന്നിധ്യമുള്ള ലോകത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ആ പ്രത്യാശ നമ്മുടെ അകത്ത് വർദ്ധിക്കണം. സഹോദരങ്ങളെ, പൗലോസ്ലീഹ റോമർ 15-13 എന്താ വിശുദ്ധന്മാരോട് പറയുന്ന കാര്യമെന്നറിയാമോ? എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ വിശ്വസിക്കുന്നുള്ള സകല സന്തോഷവും കൊണ്ട് നിറഞ്ഞു വരെയാണ്. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. പ്രൈസ് ദി ലോർഡ്. പ്രത്യാശയുടെ സമൃദ്ധിയ ആരാധന കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് വരേണ്ടത്, ആദിമ വിശുദ്ധന്മാർ ഓരോ ആരാധനയും അപ്പം നുറുക്കലും കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ അവർ പറഞ്ഞിരുന്നത് സീ യു നെക്സ്റ്റ് സൺഡേ എന്നല്ല. അവർ പറഞ്ഞിരുന്നത് മാറാനാഥ, അവർ ലോർഡ് ഈസ് കമ്മിങ് ഓർ അവർ ലോർഡ് കംസ് എന്നും അർത്ഥം കൊടുക്കാം. എന്ന് പറഞ്ഞാൽ അടുത്ത ആഴ്ച ഇവർ ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ല. അവരുടെ ക്രൂരന്മാരായിട്ടുള്ള യജമാനന്മാരാൽ കൊല്ലപ്പെടാൻ ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ കർത്താവ് വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആധുനിക സഭയെ, ഈ അത്യാധുനിക യുഗത്തിൽ ജീവിക്കുന്ന യേശുവിൻ്റെ സഭ, ഞാൻ ഉൾപ്പെടെ ഓരോ ആരാധന കഴിയുമ്പോഴും പ്രത്യാശയുടെ ഡിഗ്രി നമ്മൾ വളരുകയാണോ? ഇവിടെ എന്തെങ്കിലും കുറഞ്ഞു പോയതിൻ്റെ പേരിലുള്ള ഒരു പിറുപിറുപ്പ് കൊണ്ട് നിരാശ മൂടിയവരായിട്ടാണോ ഞാനും നിങ്ങളും ആരാധന കഴിഞ്ഞു പോകുന്നത്? അങ്ങനെ അരുത്. കർത്താവേ, പ്രത്യാശയുടെ സമൃദ്ധി എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിനും വരണം. രാവിലെ ദൈവത്തിൻ്റെ ദാസൻ നമ്മുടെ ലെഗസിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അബ്രഹാമിൻ്റെ ലെഗസി എന്തായിരുന്നു? ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി കാത്തിരുന്നു. ആരോടുകൂടെ കാത്തിരുന്നു? ഇസ്ഹാക്കിനോട് യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് കാത്തിരുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? അബ്രഹാം വിട്ടുപോരുന്ന ഊരെന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കി പാർത്തിരുന്ന ഊരാണ്. അവിടെ നല്ല ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ വലിയ സാംസ്കാരിക കേന്ദ്രം ആ ഊരായിരുന്നു. കൽദയരുടെ പട്ടണമായിരുന്നു. പക്ഷേ അവിടെ നിന്ന് പുറപ്പെട്ടു പോരാൻ കാരണം തേജോമയനായ ദൈവത്തെ കണ്ടുവെന്ന കാരണമാണ്.
നിത്യനായ ദൈവത്തെ കണ്ടുവന്നതാണ്, സർവശക്തനായ ദൈവത്തെ കണ്ടുവന്നതാണ്. അതുകൊണ്ട് അബ്രഹാം ഈ കനാൻ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചാരിയായി പാർത്തു. വെറും കൂടാരങ്ങൾ അടിച്ചു പാർത്തപ്പോഴും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞു, ദൈവം ആർക്കിടെക്ചറായി നിർമ്മിക്കുന്ന ഒരു നഗരം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഈ രാജ്യം, ഇവിടെയുള്ള വലിയ കെട്ടിടം, ലോകത്തിലെ വലിയ കെട്ടിടം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരാകാം. പക്ഷെ അതിനൊക്കെ ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. അത് മനുഷ്യരാ. അതിനൊന്നും ഒരുപാട് ഗ്യാരണ്ടി ഇല്ല. ഒരു സുനാമിയോ ഭൂമികുലുക്കമോ തീപിടുത്തമോ ഒക്കെ വന്നാൽ അതൊക്കെ നഷ്ടപ്പെടാം. പക്ഷേ ദൈവം ആർക്കിടെക്ചറായി നമുക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു മഹാസൗധമുണ്ട്. അത് കെട്ടുകഥയല്ല, അത് കടങ്കഥയല്ല, അതൊരു റിയാലിറ്റിയാണ്. ഇപ്പോൾ നമ്മളതിനെ ഹോപ്പ് എന്ന പ്രത്യാശ എന്ന് വിളിക്കുന്നു. ഒരു ദിവസം അത് റിയാലിറ്റി ആകും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്ന, ഇവയിൽ വലിയതോ. കാരണം വിശ്വാസത്തിനും പ്രത്യാശയിലും ഒരു പരിധിയുണ്ട്. യേശുവിനെ മുഖാമുഖമായി നമ്മൾ കണ്ടു കഴിയുമ്പോൾ പിന്നെ വിശ്വാസമില്ല. ഹോപ്പ് റിയാലിറ്റിയായി മാറി. ബട്ട് ലവ് സ്റ്റിൽ കണ്ടിന്യൂസ്. അവിടെ അപ്പോഴും കർത്താവിൻ്റെ സ്നേഹം നമുക്ക് ഒരു നിത്യത മുഴുവൻ അറിഞ്ഞാലും തീരില്ല സഹോദരങ്ങളെ. അതിനൊരു ചെറിയ അംശം വിവരിക്കാനാണ് നമ്മൾ ഈ ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. ലോർഡ്, ഐ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം പ്രത്യാശയിൽ നാം രക്ഷിക്കപ്പെടും എന്നുള്ളത് ഒടുവിലത്തെ അനുഗ്രഹം. 11-ാം വാക്യമാണ് ഇവിടെ വായിച്ച് ഞാൻ സമയക്കുറവുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. We rejoice in our God. നമുക്ക് എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് നമ്മൾ പറയില്ലേ, പൊങ്ങച്ചം പറയുക എന്ന് പറയുന്നത് സാധാരണ കൊളോക്കിയൽ വേർഡാണ്. എന്താ അതിൻ്റെ അർത്ഥം? നമുക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വലുതായിട്ട് ആളുകളോട് പറഞ്ഞ് ഫലിപ്പിക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും അങ്ങനെയൊന്ന് പറയാനുണ്ടെങ്കിൽ ഈ ഒടുവിൽ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, നാം രക്ഷിക്കപ്പെടും. 2, ഞാൻ എൻ്റെ ദൈവത്തിൽ പ്രശംസിക്കും. യഹൂദന്മാരുടെ ഒരു രീതിയായി ദൈവം അവരോട് പറഞ്ഞു. ആവർത്തനം 10-20 വാക്യത്തിൽ പറയുന്നു, നീ നിന്റെ പുകഴ്ച എന്ന് പറഞ്ഞാൽ നിന്റെ ദൈവമായ യഹോവയാണ്. റോമർ 2:17 പൗലോസ്ലീഹ ഈ യഹൂദന്മാരെ കുറിച്ച് പറയുകയാണ്. അവര് പ്രശംസിച്ചിരുന്നു. എന്തിലാ? ദൈവത്തിൽ പ്രശംസിച്ചിരുന്നു. പരിച്ഛേദന ഏറ്റു. അബ്രഹാമിൻ്റെ സന്തതികളാണ്, അതുകൊണ്ട് ദൈവരാജ്യം ഞങ്ങളുടെ കുത്തകയാണെന്ന് പറഞ്ഞപ്പോൾ പ്രശംസിച്ച് നടന്നു. പൗലോസ് പറയുന്നു, അത് ഒരു വെയിൻ അല്ലെങ്കിൽ വ്യർത്ഥമായ പ്രശംസയാണ്. പക്ഷെ വിജാതിയർക്ക് ഒന്നിലും പ്രശംസിക്കാനില്ല. നമുക്ക് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിൽ പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അതുകൊണ്ടാ സങ്കീർത്തനം 16 പറയുന്നത്, യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. രാവിലെ എന്തിലാ സഹോദരങ്ങളെ നമ്മുടെ പ്രശംസ? നശ്വരമായ വസ്തുക്കളിലല്ല, ജീവനുള്ള പ്രത്യാശ യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ്. ഇന്ന് രാവിലെ ദൈവത്തിൽ പ്രശംസിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയ റിഫ്ലക്ഷനാണ് നമ്മുടെ ആരാധന എന്ന് പറയുന്നത്. ദൈവത്തിൽ പ്രശംസിക്കാം. കർത്താവേ, നീ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് കുറവാകും. ഞാൻ നേടിയ ഭൗതിക നേട്ടങ്ങൾ താരതമ്യപ്പെടുത്തുമ്പോൾ അതൊന്നുമില്ല എന്ന് തോന്നും. പക്ഷെ അതിനേക്കാൾ വലുതൊന്ന് കർത്താവ് എൻ്റെ ഉള്ളത്തിൽ തന്നിട്ടുണ്ട്. അതിന് കാരണക്കാരൻ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവാണ്. റോമർ 5:1, 5:2, 5:11, 5:22 അവിടെയെല്ലാം നാം കാണുന്നു, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഒടുവിൽ പൗലോസ്ലീഹ കൊരിന്ത്യരോട് പറയുകയാണ്, മരിച്ചവർ ഉയർക്കുമോ എന്ന് പറഞ്ഞിട്ട് 15-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇത് മുഴക്കിയാണ് നമ്മൾ ആരാധന കഴിഞ്ഞ് പോകേണ്ടത്. യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയാം. Let us proclaim him. Let us serve him. Let us love him with all our heart. അവരെ പുകഴ്ത്താം, അവരെ പ്രസിദ്ധമാക്കാം, അവരെ ശുശ്രൂഷിക്കാം, അവരെ സ്നേഹിക്കാം. ചെറുപ്പക്കാരെ,
കർത്താവ് ഇതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. കർത്താവ് നമ്മളെ